പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യമുന തിരികെ വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്നു സംഭവിക്കുകയാണ്. ഗംഗയെ ചെന്ന് കാണുന്ന യമുന ഗംഗേച്ചിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റാണ് എന്ന് തുറന്നു പറയുന്നു. ഇത് കേട്ട് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗംഗ. എന്താണ് നീ പറയുന്നത്? ഗംഗേച്ചി, കാശിനാഥൻ ചേട്ടനെ പറ്റി വിചാരിച്ചതെല്ലാം തെറ്റാണ്. അയാൾ അത്രയധികം ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നീ എന്തൊക്കെയാടി പറയുന്നത്? നിനക്കെന്താ വട്ടായോ? അല്ല ചേച്ചി, ഞാൻ കണ്ട കാര്യങ്ങളാണ് ചേച്ചിയോട് പറയുന്നത്. ചേച്ചിയുടെ എല്ലാ ഫോട്ടോസും കാശിനാഥൻ ചേട്ടൻ്റെ റൂമിലുണ്ട്. അത്രയധികം ചേട്ടന് ചേച്ചി എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാ കാര്യവും നേരിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചേച്ചിയോട് തുറന്നു പറയുന്നത്. അത്ര ഇഷ്ടമാണ് അവിടെയുള്ളവർക്ക് ചേച്ചിയെ ഉപദ്രവിക്കണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം അങ്ങനെ സംഭവിച്ചു പോയി എന്നതാണ് യാഥാർത്ഥ്യം. ചേച്ചി ഒരിക്കലെങ്കിലും അയാളുടെ മനസ്സ് കാണാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. വെറുതെ ഓരോ വർത്താനം പറയാൻ വന്നിരിക്കുകയാ. ചേച്ചിക്ക് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഞാൻ കണ്ടത് ചേച്ചിയോട് പറയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അയാൾക്ക് അത്രയധികം ഇഷ്ടമാണ് ചേച്ചിയെ. ഇതോടെ ഗംഗയാകെ പകച്ചു പോയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവളെ വിളിച്ചു പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ബോധം പോലുമില്ലേ എന്ന് ആലോചിക്കുകയാണ്. ഇതേ സമയം കാശിനാഥനും സഹോദരിയുമാകട്ടെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി യമുന പൊരുതും. ഗംഗയുടെ മനസ്സ് മാറ്റി അവൾ ഇവിടേക്ക് ഗംഗയെ കൊണ്ടുവരും എന്നാലോചിച്ച് സന്തോഷിക്കുകയാണ് അവർ. അപ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്നു സംഭവിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.